اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുരീദന്മാരോട് നൽകുന്ന പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളാകുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ സ്നേഹം കൊതിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൻ്റെ ഒരംശം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ പലപ്പോഴും അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് അനുഭവപ്പെട്ടതായി നമ്മൾ അറിയുന്നില്ല. ആ സ്നേഹം ലഭിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറയുന്നു, ഒന്ന് തജ്രീദ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഹൃദയത്തിൽ മറ്റൊരാൾക്കും ഒരു സ്ഥാനവും നൽകാൻ പാടില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഹൃദയത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥാനവും അവിടെ നൽകാൻ പാടില്ല. കാരണം അള്ളാഹു താല ഇരിക്കുമെന്ന് പറഞ്ഞ സ്ഥലം കണ്ണിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, കാതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ശരീരത്തിന്റെ ഒരു അവയവങ്ങളിലും ഞാനുണ്ട് എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടില്ല. അള്ളാഹു താലാക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സ്ഥലമായി പറഞ്ഞത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല. അതിനൊക്കെയാണ് തജ്രീദ് എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. തജറദ് തസിൽ, തജറദ് നീ തനിക്കുക, എങ്കിൽ തസിൽ നീ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. നീ തനിക്കുക എന്ന് പറഞ്ഞാൽ ബശരീയായ എന്തൊക്കെ ഗുണവിശേഷണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഇന്ന് ഒഴിവാകണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെയും ജമാലിയത്തിൻ്റെയും സിഫത്തുകൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നമ്മുടെ എല്ലാവിധ ബശരീയായ എല്ലാവിധ സിഫാത്തുകളും നമ്മളിൽ നിന്ന് പോകണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെയും ജമാലിയത്തിൻ്റെയും സിഫത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഭരണം അണിയണം. എങ്കിൽ തസിൽ നീ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഒന്നാമതായി വേണ്ടത് തജ്രീദാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, സ്ഥാനം കൊടുക്കാൻ പാടില്ല. രണ്ട് റിള, അതായത് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള പൂർണ്ണ തൃപ്തി. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും പൂർണ്ണമായും വിധിയെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകണം ഒരു വിശ്വാസി. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഫാരിദ് റഹ്മഹുല്ല, പല ആളുകളും ത്വരീഖത്ത് സ്വീകരിക്കുന്നത് അവൻ്റെ ദുന്യവിയായ വിഷമങ്ങൾ നീങ്ങാനാണ്, അവൻ്റെ സിഹർ ബാത്തിലാകാൻ, അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, അവനക്ക് ജീവിതത്തിൽ സലാമത്ത് ഉണ്ടാകാൻ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നീങ്ങാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി ത്വരീഖത്ത് സ്വീകരിക്കാൻ പാടില്ല. ത്വരീഖത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് വസൂലാകാനുള്ളൊരു മാധ്യമമാണ്. അപ്പൊ അതിൽ പല നിലക്കുള്ള പരീക്ഷണങ്ങളും ഒരാൾക്കുണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഫാരിദ് റഹ്മഹുല്ല അള്ളാഹുവിന്റെ മുഹിബ്ബീങ്ങൾ എങ്ങനെയാകുന്നു എന്ന് പറഞ്ഞുതരാണ്. കുല്ലിൽ മുഹിബ്ബി ഹയ്യ നഫ്സക ലിൽ ബലാ. കുൽ നീ പറയണം, ലിൽ മുഹിബ്ബി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രണയിതാക്കളോട് നീ പറയണം, ഹയ്യ നഫ്സക നിന്റെ നഫ്സിനെ നീ ഒരുക്കി നിർത്തണം, ലിൽ ബലാ ആഫത്ത് മുസീബത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി നിന്റെ നഫ്സിനെ നീ ഒരുക്കി നിർത്തണം. കുൽ നീ പറയണം,
ലിൽ മുഹിബ്ബി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളോട്, പ്രണയിതാക്കളോട് നീ പറയണം, ഹയ്യ നഫ്സക, നിന്റെ നഫ്സിനെ നീ ഒരുക്കി നിർത്ത്, ലിൽ ബലാ, ആഫത്തുകളും മുസീബത്തുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നേരിടാൻ വേണ്ടി നീ തയ്യാറാക്കി നിർത്ത്. ഫമാഫിൽ ഹുബ്ബി, സ്നേഹത്തിലില്ല റാഹത്തുലിൽ ആശിഖീൻ, ആശിഖീങ്ങൾക്കൊരു റാഹത്ത് കിട്ടുന്ന പരിപാടിയില്ല. അള്ളാഹുവിനെ പ്രണയിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ റാഹത്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഫാരിദ് എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ആഷിഖുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. അള്ളാഹുവിനോടുള്ള പ്രണയം കൊണ്ട് പ്രണയം മൂത്ത് 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 വെറും പ്രണയത്തിന്റെ വരികൾ മാത്രം എഴുതിയ മഹാനാണ് ഇബ്നുൽ ഫാരിദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞതാണ് എന്ത്? ഫമാ ഫിൽ ഹുബ്ബി റാഹത്തുൽ ആശിഖീൻ. അള്ളാഹുവിനെ പ്രണയിക്കുന്ന ആളുകൾക്ക് എന്തില്ല? ഒരു റാഹത്ത് ഉണ്ടാവില്ല. ഓലെപ്പോഴും പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ആ വ്യക്തിനെ പരീക്ഷണത്തിന് വിധേയമാക്കും, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ പരീക്ഷണത്തിന് വിധേയമാക്കും, അല്ലെങ്കിൽ ഉമ്മാനേക്കാരും മക്കളേക്കാരും കുടുംബങ്ങളേക്കാരും ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിൻ്റെ മുഹബ്ബീങ്ങൾക്കുള്ള പ്രത്യേകതയാണ് എന്ന് ഇബ്നുൽ ഫാരിദ് റഹ്മഹുല്ല പറയണം. അപ്പോൾ ഒന്ന് തജ്ദീദാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ ഒരാൾക്കും സ്ഥാനം കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത് റിള. അള്ളാഹുവിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും, ദൈവികമായ ഏത് കൽപ്പനകൾ വന്നാലും, പ്രയാസങ്ങൾ നമ്മളിലേക്ക് വന്നാലും അതൊക്കെ പൂർണ്ണ മനസ്സോടുകൂടെ തൃപ്തിയോടുകൂടെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. മൂന്നാമത് സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കാണാനുള്ള കണ്ണ് വേണം. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കാണാനുള്ള കണ്ണ് വേണം. അത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹിക്കമിൽ പ്രത്യേകമായി കൊണ്ട് തന്നെ ആ വിഷയം പറയുന്നുണ്ട്. സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ, സൃഷ്ടികൾ എന്ന് പറയുന്നത് സ്ക്രീനാണ് അല്ലേ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സൃഷ്ടികൾ എന്ന് പറയുന്നത് സ്ക്രീനാണ്. ആ സ്ക്രീനിലൂടെ കാണുന്നത് സൃഷ്ടികളെയാണെങ്കിലും അത് ആരെയാണ് കാണുന്നത്? അള്ളാഹുവിനെയാണ് കാണുന്നത്. കുല്ലു ജമീലും മിൻ ജമാലില്ലാഹി തആല, ലോകത്തുള്ള സർവ്വ ഭംഗിയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭംഗിയിൽ നിന്നാണ്. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ നിഴലുകൾ മാത്രമാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ നിഴലുകൾ മാത്രമാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. ആ സൃഷ്ടിയിലൂടെ നീ ആരെ കാണാൻ കഴിയണം? അള്ളാഹുവിനെ കാണാൻ കഴിയണം. അങ്ങനത്തെ ഒരു കണ്ണ് നിനക്ക് വേണം. അതൊരു പ്രണയാർദ്രമായ ഒരു കണ്ണായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ? ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചില്ല ഒരാൾ, ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ അദ്ദേഹം എന്തേ കാണിച്ചു കൊടുത്ത്? പള്ളി ഖബർസ്ഥാനം കാണിച്ചു കൊടുത്തു. ഇതാ ഇവിടെയാണ് ഏറ്റവും കൂടുതലായി ജനങ്ങൾ അച്ചടക്കത്തോടുകൂടെ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. അത് കണ്ടപ്പോൾ ആ സൈനികൻ ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ അടിച്ചു ഒരുപാട് അടികളടിച്ച് വലിച്ചഴച്ചിട്ട് അങ്ങാടി കൊണ്ടുപോയി. അപ്പോൾ അങ്ങാടിയിൽ എത്തിയപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇത് ആരാണ്? റഈസു സാഹിദീൻ എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന അള്ളാഹുവിൻ്റെ ആരിഫായ വലിയാണ്. ആ സൈനികനോട് ആളുകൾ പറഞ്ഞു, നീ ചെയ്തത് വളരെ മോശമായി പോയി. അത് അദ്ദേഹം അള്ളാഹുവിൻ്റെ ആരിഫായ വലിയാണ്. അപ്പോൾ ഈ സൈനികൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളെടുത്ത് കാല് പിടിച്ചിട്ട് കരയണം, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ്. നീ എന്നെ ഓരോ പ്രാവശ്യം നീ എന്നെ അടിക്കുമ്പോഴും, സൃഷ്ടിയായ നീ എന്നെ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും അതെൻ്റെ റബ്ബിൻ്റെ അടിയായിട്ട് ഞാൻ കണക്കാക്കിക്കണം. അതുകൊണ്ട് എനിക്ക് നിന്നോട് യാതൊരു വിദ്വേഷമല്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയം എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തത് ഇത്തിബാ. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടുവന്നു അത് അംഗീകരിക്കുക. അത് അല്ലാഹു തആലാന്റെ അംഗീകാരമാണ്. റസൂലുള്ളാഹിനെ ഒരാൾ അംഗീകരിക്കലോടുകൂടെ അള്ളാഹു അവനെ അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളമാണത്. നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം പോരാ. നാവ് കൊണ്ട് നമുക്ക് പലതും പറയാം, മഹബ്ബത്തു റസൂല് പലതും നമുക്ക് പ്രസംഗിക്കാം, പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തോട് വിളിച്ചു പറയാം. നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം മാത്രം ഉണ്ടായാൽ പോരാ, അത് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം? നിലനിർത്താനുള്ള കഴിവ് വേണം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുത്തബി ഹുസ്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, ഒരു കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ ചിരിച്ചപ്പോൾ
സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കഴുതപ്പുറത്ത് കയറിയപ്പോൾ ചിരിച്ചത്? അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഒരു പ്രാവശ്യം കഴുതപ്പുറത്ത് കയറിയപ്പോൾ ഞാൻ ചിരിച്ചു, അതിനെ ഞാൻ ഇത്തിബാ ചെയ്തതാണ്. മൂപ്പർക്ക് എന്താ ചിരിച്ചു, റസൂലുള്ള എന്തിന് ചിരിച്ചു എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല, എന്ത് കാര്യത്തിന് വേണ്ടി ചിരിച്ചു എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല. പക്ഷേ റസൂലുള്ള അങ്ങനെ ചിരിച്ചിട്ടുണ്ട് എന്ന് മൂപ്പര് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത്തിബാ റസൂൽ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും പിൻപറ്റണം. വെറും പ്രഖ്യാപനം, തൊള്ള കൊണ്ടുള്ള പ്രഖ്യാപനം പോരാ, അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. അത് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയൊരു കവാടമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളൊക്കെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയിലേക്കുള്ള കവാടം ഏതാണ്? അലി റളിയല്ലാഹു അൻഹു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടം ആരാണ്? അലിയാണ്. അതുപോലെ അള്ളാഹുവിലേക്കുള്ള കവാടമാരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അഞ്ചാമത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നു, ദിക്റുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചെല്ലുക, സിർറൻ വ ജഹ്റാ, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിക്കുക. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഒരു കഥ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കഥ. ഒരു സാധുവായൊരു മനുഷ്യൻ നിരന്തരമായി അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും അല്ലാഹു തആലക്ക് കരഞ്ഞുകൊണ്ട്, പ്രണയാർദ്രമായ കണ്ണുകളോടുകൂടെ, മിഴികളോടുകൂടെ കരഞ്ഞുകൊണ്ട് എല്ലാ രാത്രിയും അല്ലാഹു തആലക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അത് ഇബ്ലീസിന് സഹിച്ചില്ല. ഇബ്ലീസിന് അതെന്ത് ചെയ്തില്ല? സഹിച്ചില്ല. ഇബ്ലീസ് മൂപ്പരടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എത്ര കാലായി അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ചങ്ങായി, അങ്ങനത്തെ ഒരാളില്ലേ? അങ്ങനത്തെ ഒരാളുണ്ടേ നീ പറഞ്ഞത് കേൾക്കണ്ടേ? എത്ര കാലമായി നീ അള്ളാഹുവിനോട് കാര്യം പറയുന്നു, ഒരു പ്രാവശ്യം പോലും എനിക്ക് മറുപടി കിട്ടിക്കണോ? അതുകൊണ്ട് അങ്ങനത്തെ ഒരാളില്ല, നീ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മനസ്സിൽ ഭയങ്കര ഇഷ്കാല്. പറയും പോലെ ഞാൻ ഇപ്പം ഇങ്ങനെ കടന്നു നൊലോളിച്ചെൻ്റെ കാര്യം എന്താണ്? മൂപ്പരന്ന് രാത്രി കടന്നുറങ്ങി. ആ കടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു അശരീരി വന്നു. അല്ലയോ സഹോദര, നീ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഞാൻ മറുപടി തരുന്നില്ല എന്നാണല്ലോ എൻ്റെ പരാതി. എന്നാൽ എന്നെ ഓർക്കാനുള്ള, എന്നെക്കുറിച്ച് പറയാനുള്ള നാവ് നിനക്ക് ഞാൻ തന്നു. നീ എന്നെ എപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന ദിക്റിലൂടെ നീ എന്നെ ഓർക്കലുണ്ട്. നിനക്ക് എന്നെ ഓർക്കാൻ കഴിവുണ്ടായത് ഞാൻ നിന്നെ ഓർക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അശരീരിയാണ്. നീ എന്നെ ഓർത്തത് ആദ്യം ഞാൻ നിന്നെ ഓർത്തത് കൊണ്ടാണ്. നീ ചെല്ലുന്ന ഓരോ ദിക്റുകളും എൻ്റെ ഭാഗത്തു നിന്നുള്ളതിൻ്റെ മറുപടിയാണ്. നിനക്കതിനുള്ള തൗഫീഖാണ് അതിനുള്ള മറുപടി. നീ ഓരോ പ്രാവശ്യങ്ങളും അല്ലാ 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 എന്നുള്ള ദിക്ർ ഇങ്ങനെ ചെല്ലണമല്ലോ, ആ ദിക്റാണ് നിന്റെ ചോദ്യത്തിനുള്ള മറുപടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ മുമ്പായി ഞാൻ നിന്നെ സ്മരിക്കും. നമ്മൾ ദിക്റെല്ലാം പോവാണ്, അഫ്ളലു ദിക്രി ലാ ഇലാഹ ചെല്ലാൻ പോവാണ്. നമുക്കങ്ങനെ ചെല്ലാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ആദ്യം അല്ലാഹു തആല നമ്മളെ ഓർത്തിട്ടുണ്ടോ? നമ്മൾ അല്ലാഹു തആലയിലേക്ക് സ്നേഹം കൊണ്ട് ചെല്ലുമ്പോൾ അല്ലാഹു ആദ്യം നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നാലേ നമുക്ക് അല്ലാഹുവോട് സ്നേഹം തോന്നുള്ളൂ. അപ്പൊ ഈ കഥ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദര, നീ അള്ളാഹുവിനെ ഏതൊക്കെ സമയത്ത് നീ ഓർക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു നിനക്ക് നൽകുന്ന മറുപടികളാണ്. നീ ഓർക്കുന്നതിന് മുമ്പേ അള്ളാഹു നിന്നെ ഓർത്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്നെക്കുറിച്ച് അള്ളാഹു തആല പറയുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു തആല ജവാബ് തരൂല. അതിൻ്റെ ഏറ്റവും വലിയ ജവാബിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ പറയാനും അള്ളാഹുവിനെ സ്തുതിക്കാനൊക്കെ ഉള്ള നാവും കൽവും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിക്റുല്ലാ, അള്ളാഹു തആലക്ക് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ആ ഓരോ ദിക്റിലും നമ്മൾ മനസ്സിലാക്കണത്, റബ്ബേ, ഈ സമയത്തൊക്കെ എൻ്റെ റബ്ബിനെ ഓർക്കുന്നുണ്ടല്ലോ, ഈ സമയത്തൊക്കെ എൻ്റെ റബ്ബിനോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്നിലേക്ക് വല്ലാതെ അടുക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്നേഹത്തോടു കൂടെ നമ്മൾ പെരുമാറുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമ്മിലേക്ക് വരുമെന്ന് ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്. ആ സ്നേഹം നമുക്ക് കിട്ടണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെയും പറയാണ്, അള്ളാഹുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം പ്രയാസങ്ങളും പരിഭവങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു തആല നമ്മിൽ തരും. പക്ഷേ ആ കഷ്ടപ്പാടുകളും പരിഭവങ്ങളൊക്കെ അതൊരു സ്നേഹത്തിൻ്റെ പൂമാലയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹു അതിനൊക്കെ വലിയ ദറജാത്തുകൾ നമുക്ക് രേഖപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.